ചെങ്കൽ ഖനനം മൂലം തരിശുഭൂമിയായ ഒരിടത്ത് കൃത്രിമ വനം സൃഷ്ടിച്ച പ്രകൃതിക്ക് പുനരുജ്ജീവനം നൽകിയിരിക്കുകയാണ് മലപ്പുറം കരിപ്പൂർ സ്വദേശി മുസ്തഫ. ഗ്രീൻ അറ എന്ന് പേരിട്ട ഇവിടം 6 കൊല്ലം കൊണ്ട് ഒരു ഏദൻ തോട്ടമാക്കി മുസ്തഫ. തരിശുഭൂമിയിൽ പറുദീസ തീർത്ത ആ യാത്രയെപ്പറ്റി മുസ്തഫ ന്യൂസ് 18നോട് പറഞ്ഞു. ഗ്രീൻ അറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സങ്കല്പമാണ്. ഇതിൽ യാഥാർത്ഥ്യമാകുമോ എന്ന് ഉറപ്പില്ലാത്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീം. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഭൂമികളും പലതരത്തിലുള്ള സ്പേസും ഇതേപോലെ ദീർഘകാലമായിട്ട് അന്വേഷിക്കുകയും പോയി നോക്കുകയും എൻ്റെ മനസ്സിലുള്ള ഈ ആഗ്രഹം നടത്താൻ പറ്റുമെന്ന് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാന ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ മൈനിങ് നടന്ന് പൂർണ്ണമായും 10-15 മീറ്ററോളം ലാറ്ററൈറ്റ് മൈനിങ് നടന്ന് ഒരു കോറി, എൻ്റെ സങ്കല്പത്തിലുള്ള രീതിയിലുള്ളൊരു ലാൻഡ് ആക്കാൻ ഒട്ടും സാധ്യമല്ല എന്ന് പ്രഥമ ദൃഷ്ടി നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കോറി. അവിടെ ഉണ്ടായിരുന്ന ഒരു ജലസ്രോതസ് ഉണ്ടായിരുന്നു. അതാണ് എന്നെ ആകർഷിച്ചത്. എന്നാലും ആ ശ്രമം ഉപേക്ഷിക്കാത്ത രീതിയിൽ ഒരു ശ്രമം ഞാൻ നടത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് കാണുന്ന പൂമ്പാറ്റകളും പക്ഷികളും മരങ്ങളും പൂക്കളും അരുവികളും കുളങ്ങളും കാടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രീനറ ഇപ്പം നിങ്ങൾ കാണുന്ന സങ്കല്പത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ സ്വപ്നമാണ്, എൻ്റെ കഠിനാധ്വാനം. പക്ഷേ എങ്ങനെയാണ് ഇതിങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ ഞാൻ പോലും ഇതിൻ്റെ മുമ്പിൽ അത്ഭുതകരമായിട്ട് നിൽക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് മരങ്ങളുണ്ട്, നിറയെ പൂമ്പാറ്റകളുണ്ട്, കുളങ്ങളുണ്ട്, അരുവിയുണ്ട്, മുളങ്കാടുകളുണ്ട്, ഇടവഴികളുണ്ട്. എന്താണോ നമ്മുടെ മനസ്സിൽ ഗ്രഹാതുരത്വം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൻ്റെ മനോഹരമായ ഒരു പീസ്, ഒരു തുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു. ഇവിടെ ഇതൊരിക്കലും ഒരു പ്രൊജക്റ്റ് വേണം ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ എണ്ണമില്ല, ഏതൊക്കെ ഇനങ്ങളാണെന്നുള്ളത് ബോർഡ് വെച്ചിട്ടില്ല. കാരണം ഇതൊന്നും ആർക്ക് വേണ്ടിയുള്ളതല്ലാത്തത്. ആർക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ആർക്കും വേണ്ടി ഒന്ന് പഠിക്കാനോ അതിൻ്റെ നെയിം എഴുതി കൊണ്ടുപോകാൻ അങ്ങനെയുള്ളൊരു സങ്കല്പത്തിലൊന്നും ചെയ്തതല്ല. എനിക്ക് വേണ്ടി എന്നുള്ളതുകൊണ്ട് ഇതൊരു ഇൻഫോർമലാണ്, ഒരിക്കലും ഒരു ഓർഡറിലൊന്നും ചെയ്തതല്ല. എനിക്ക് തോന്നുന്നത് 2500 മുകളിൽ തരത്തിലുള്ള മരങ്ങളുണ്ട്. അതിൽ മുളകളുണ്ട്, നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ കാണുന്ന തരത്തിലുള്ള 250 വെറൈറ്റിയോളം ഫേൺസുകളുണ്ട്. പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, പൂക്കൾ എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. 6 ഏക്കറാണ് ഈ ഭൂമിയുള്ളത്. ഇതിലൊരു 3 ഏക്കറോളാണ് നമ്മൾ ഈ മൈനിങ് ഏരിയ ഉണ്ടായിരുന്നത്. അതാണ് നമുക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നത്. ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാകുക. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം, ഞാൻ താമസിക്കുന്നത് പോലും അങ്ങനെ തന്നെയാണ്, എൻ്റെ ജീവിത രീതിയും അങ്ങനെ തന്നെയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത്. ഞാനൊരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ലോകത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലിൽ താമസിക്കുന്നതിലേറെ താമസിക്കാൻ ഇഷ്ടപ്പെടാറ് എപ്പോഴും ഫാം ഹൗസുകളിലാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ ലാൻഡ്സ്കേപ്പാണ് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒക്കെ യാത്രയിലൊക്കെ ഉണ്ടായിരുന്നൊരാഗ്രഹം ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് കിട്ടുന്ന എല്ലാ സമയവും, അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളതല്ല, എൻ്റെ ഫ്രീ ടൈമുകളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ ഫ്രീ ടൈമല്ല, ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ഇവിടെയാണ്. ഒന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലക്ഷക്കണക്കിന് മരങ്ങൾ പരിസ്ഥിതി ദിനത്തിൽ നടാറുണ്ട്. അടുത്ത കൊല്ലം നടാൻ വേണ്ടി തന്നെ മരങ്ങളൊക്കെ ഉണങ്ങി പോകാറുണ്ട്. അതിനപ്പുറത്ത് നമുക്ക് ഒറ്റ കാര്യം മാത്രമേ ഉണ്ടാവും, നമ്മളെ മുമ്പിലുള്ള ഈ പരിസ്ഥിതിനെ ഇതേപോലെ നിലനിർത്താനുള്ള ഒരു ശ്രമം മാത്രം നിങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ ഭാവിയിൽ ഈ പ്രദേശത്തേക്ക്, കേരളത്തിലേക്ക് മനുഷ്യർ ഒഴുകും, ഇത് കാണാനും അനുഭവിക്കാനും ഒക്കെ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി വിരുദ്ധമായ നാശം നിർത്തിയാൽ തന്നെ പരിസ്ഥിതി സ്നേഹമായി.
അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഭൂമിയിൽ പ്രയോറിറ്റി ഉള്ളത് ഇവിടെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഒപ്പമാണ് നിങ്ങൾ തീരുമാനിച്ചാൽ തന്നെ പരിസ്ഥിതി സ്നേഹമായി. നിങ്ങളൊരു മരം ഒടിക്കുമ്പോൾ ഒരുപാട് ജീവികൾക്ക് ജീവിക്കാനുള്ള വീടാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുമ്പം പൂക്കളും പൂമ്പാറ്റകൾക്കും പക്ഷികൾക്കുള്ള ആ അറ്റ്മോസ്ഫിയറിനെയാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാതിരുന്ന പരിസ്ഥിതി സ്നേഹമായി.